ഇൻഷാ അല്ലാഹ് 10-25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരാൻ പോകുക മാപ്പിള മലബാറിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് പട്ടണത്തിൽ ചരിത്രപ്രസിദ്ധമായ തിരുകേശപ്പള്ളി നിർമ്മിച്ച മൊയ്ലിയാരാരാ. ഞങ്ങളെ കുട്ടികൾ ആവേശത്തിൽ എഴുതുന്ന ഉത്തരണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. എന്നാൽ നിങ്ങൾക്കറിയുമോ, വലിയ ഒരു പ്രശ്നം പിന്നെന്താണ്? മർക്കസിൽ ഷെയർ മുബാറക്ക് എത്തിയതല്ല. ആ ഷെയർ മുബാറക്ക് എത്തിയ ശേഷം 6 കൊല്ലം മുമ്പെത്തി വെള്ളം കൊടുത്ത് ഇങ്ങനെ പോരാ, ജനത്തിരക്ക് കൂടുക. അതിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ഷെയർ മുബാറക്കും കൂടി എത്തിയപ്പോ ജനത്തിരക്ക് ഒന്നായിട്ട് കൂടി. അപ്പൊ എ പി ഉസ്താദ് മർക്കസിൽ സൗകര്യം വരാതെന്നപ്പോ എന്ത് ചെയ്തു? കോഴിക്കോട് പട്ടണത്തിൽ ഒരു പള്ളി ആവശ്യമുണ്ട്, ആ പള്ളിയിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്താൽ ഒരു സൗകര്യമാകുമല്ലോ എന്നൊരു നിലപാടെടുത്തു. അങ്ങനെ എ പി ഉസ്താദ് ഒരു 40 കോടിയുടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ പൊല്ലാപ്പ് കൂടിയില്ലേ. എന്ത് ചെയ്തു? നാടൊട്ടുക്കും പ്രശ്നം. എന്താ? എ പി ഉസ്താദിന്റെ സ്ഥാപനങ്ങൾക്ക് പകരം മർക്കസിന് പകരം ഒരു മർക്കസ് ഉണ്ടാക്കി, സക്കാഫിക്ക് പകരം വാഫി ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ പലതും കോപ്പി അടിച്ചുണ്ടാക്കി നോക്കി. പക്ഷേ എത്രത്തോളം അത് അവിടേക്ക് എത്തി എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഇപ്പൊ എന്താ അറിയോ, 40 കോടി എന്ന് പറയാൻ തരാൻ കഴിയാതെയായി. 40 കോടിന്റെ പള്ളി ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയാൻ തേക്കണ്ടേ? നിങ്ങൾ അവസാനം എന്ത് ചെയ്തു? എന്നാ പിന്നെ അതാണ് മുടക്കാന്ന് തീരുമാനിച്ചു. ആരപ്പൊ പറയുന്നറിയാം, പണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് ചിലവാകാൻ വേണ്ടി ഉസ്താദ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു 1 കോടി രൂപ ചെലവിൽ 10 സ്ഥാപനം. അന്ന് മലപ്പുറത്തൊക്കെ ചില കാക്കാരെന്താ പറഞ്ഞറിയോ, ഏപ്പിയോ 1 കോടിയോ ഓലക്കുണ്ടാക്കുന്ന പറഞ്ഞു. എന്നാ ഇപ്പൊ പറയുന്നറിയോ, ഏപ്പിയല്ലേ 40 കോടിയല്ലേ ഉണ്ടാക്കൂട്ടോ. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? മുടക്കണം. അതിനെന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്താലും വേണ്ടില്ല. അങ്ങനെ നാടൊട്ടുക്കും പ്രശ്നം. അതുകൊണ്ടല്ലേ എ പി ഉസ്താദിന്റെ ഷെയർ മുബാറക്കിന്റെ ഫണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ആവേശത്തിലാ. ഉസ്താദ് പിരിവ് വാങ്ങി കുഴങ്ങാണ് അല്ലേ. റെസീറ്റ് തിരിച്ചു കൊടുക്കണ പരിപാടിയിലല്ല എ പി ഉസ്താദ്. റെസീറ്റ് തിരിച്ചു വാങ്ങണ പണിയിലല്ല, 1000 വാങ്ങണ പണി. അവിടുന്ന് വിട്ട് ഇപ്പൊ എന്താ 25,000. ഇടക്ക് ഇതുവരെ ഉസ്താദിന്റെ കയ്യിൽ 1000 ഏൽപ്പിക്കാത്തവരും ഇപ്പൊ കയ്യിലുള്ളവരുണ്ടെങ്കിൽ വിനീതനായ എന്റെ കയ്യിലോ തങ്ങൾ ബാപ്പാന്റെ കയ്യിലൊക്കെ കൊടുത്താൽ അത് അവിടെ ഏൽപ്പിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി യോജിപ്പിക്കുകയാണ്. എന്റെ റെസീറ്റ് ഉണ്ട്. അത് വല്ലാതെ ആളുകൾ ആവേശത്തിൽ കൊടുക്കല്ലേ. അത് സംഗതി നടക്കും. മൂല്യന്മാർ വെറുതെ ഓയലാ നിൽക്കണ്ട. പക്ഷെ ഒന്നുണ്ട്, എന്താ നിങ്ങള് ഇപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ ഞാൻ ആലോചിക്കാണ്, പണ്ടാ താജ്മഹലൊക്കെ ഉണ്ടാക്കിയപ്പോ ഡൽഹി ജുമാ മസ്ജിദ് അന്നത്തെ 40 കോടിയല്ലേ. ചെങ്കോട്ടയും താജ്മഹലും ബാബരി മസ്ജിദൊക്കെ ഉണ്ടാക്കിയപ്പോ അസ്ഗരി തങ്ങളെ ഭാഷ പറഞ്ഞ ഈ ജാതി 4 മൂദേവികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. ഞങ്ങളൊന്ന് ആലോചിച്ചു. ഇത് നടക്കൂട്ടോ. അപ്പുറത്ത് കാന്തപുരത്തെ മൂല്യരാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇപ്പൊ എന്താ നമ്മളെ കുട്ടികൾ പരീക്ഷ ആളെന്ന് ഇങ്ങനെ ചോദ്യം വരും, ആരാ മോനെ താജ്മഹൽ ഉണ്ടാക്കി? വേറെ ഉത്തരം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അത് കിട്ടും. ഷാജഹാൻ ചക്രവർത്തി പേരുകൊണ്ടൊരു മാപ്പിളയല്ലേ. ഇൻഷാ അല്ലാഹ് 10-25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരാൻ പോകുക മാപ്പിള മലബാറിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് പട്ടണത്തിൽ ചരിത്രപ്രസിദ്ധമായ തിരുകേശപ്പള്ളി നിർമ്മിച്ച മൊയ്ലിയാരാരാ. ഞങ്ങളെ കുട്ടികൾ ആവേശത്തിൽ എഴുതുന്ന ഉത്തരണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. എന്താ എഴുതിക്കൂടെ? ബാപ്പ 1000 കൊടുത്തുണ്ടാക്കിയ പള്ളിയാ. ഈ നോണിയും പറഞ്ഞെടുക്കണ മൂല്യന്മാരുണ്ടല്ലോ, ഓലെ താങ്ങണ എസ്കക്കാര്, ഓലൊക്കെ കുട്ടികൾ ഉണ്ടാവുമല്ലോ. അന്ന് അള്ളാന്റെ തോപ്പിക്കൂടെ സുനാമി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ ഞങ്ങളെ നിലമ്പൂരത്തെ മലയാളത്തിൽ പറഞ്ഞാലേ പണ്ടാറടക്കാൻ ആ തന്തക്കൊന്നും ഉണ്ടാകുന്നുടേനും. അയാൾ ഈ തുനിയാസം പറഞ്ഞ് പള്ളി ഉണ്ടായും ചെയ്ത് എഴുതാൻ വയ്യാന്നു. ഇയാതി കുഞ്ഞായിരം കൊടുക്ക് തന്തയായാലും ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. പേരക്കുട്ടികളെ മാനം കാക്കാൻ 1000 തന്നോളി, പള്ളി അല്ലെങ്കിൽ ഉണ്ടാവും. വേറെ എന്തിനാ ഈ വഷളത്തരത്തിന് പോണ കുട്ടരെ?